ആന്റി ഇനി പേടിക്കണ്ട. ഓ വേഗം കൊണ്ടുപോവാ മക്കളെ, എനിക്ക് അവളെ കാണണം. ആന്റി ഞങ്ങളിപ്പോ ഹോസ്പിറ്റലില്. ഹോസ്പിറ്റലിലോ? അയ്യോ. അതെ ആന്റി, സേതുവേട്ടന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കോ? ആ കൊടുക്കാം കൊടുക്കാം. എന്താ ഹോസ്പിറ്റലിലാണെന്ന്? അയ്യോ സേതുവേട്ട, ഭാനുവിനെ രക്ഷിക്കുന്നതിനിടയില് ഭാവന ചെറുതായിട്ടൊന്ന് വീണു. എന്താ? പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഉടനെ അങ്ങ് വരും. ഏത് ഹോസ്പിറ്റലാ? ഭാവന ജോലി ചേരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാ. ഞാൻ ഇപ്പൊ വരാം. വരണമെന്നില്ല സേതുവേട്ട. സൂര്യ ഫോൺ വെച്ചോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്താടാ? ഭാനുവിനെ രക്ഷിക്കുന്നതിനിടയിൽ ഭാവന ചെറുതായിട്ടൊന്ന് വീണെന്ന്. അയ്യോ അയ്യോ, ഇതെന്തൊരു വിധി. പേടിക്കാനൊന്നുമില്ല, അവരിപ്പോ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്തായാലും ഞാനൊന്ന് പോവാം. ഞാനും കൂടെ വരാം. അമ്മ ഇപ്പൊ വരണ്ട, ഒന്നാമത് ക്ഷീണിച്ചിരിക്കുക. അതൊന്നും സാരമില്ല, ഞാൻ വരും. എനിക്ക് പോണെടുത്ത് അവനോടൊന്ന് പറ, ഞാനും കൂടെ വരുന്നു. ഏട്ടത്തി ഗായത്രിയും കൂടെ വരട്ടെ സേതു. പതുക്കെ പതുക്കെ പതുക്കെ. ഞാൻ പോയിട്ട് വാ പോയിട്ട് വാ. എന്റെ ഭഗവാനെ, എല്ലാം കൊണ്ടും കഷ്ടകാലമാണല്ലോ. ഈശ്വര, റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ. ഒന്നും സംഭവിക്കില്ല ഭാനു. അഥവാ സംഭവിച്ചാലും ഭാവനയുടെ വിശ്വാസം അവളെ രക്ഷിക്കും. ഭാനു, നീ ഓക്കെ അല്ലേ? എന്താട്ടാ ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സ്കാനിങ് വേണ്ടി വന്നു, അതിനുവേണ്ടി കൊണ്ടുവരിക. വയറിടിച്ചാ വീണത്. കുഞ്ഞിന് അനക്കമൊന്നുമില്ല എന്നുള്ളൊരു സംശയം കൊണ്ട് സ്കാൻ ചെയ്യുന്നത്. പിന്നെ ഇനി റിപ്പോർട്ട് വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാനാകെ പേടിച്ചിട്ടാ വന്നത്. ആ റാസ്കലിനെ ലോക്കപ്പ് ചെയ്തോ? ചെയ്തു ഏട്ടാ, അവനെ ഞാൻ ACP ഏൽപ്പിച്ചിട്ടാ വന്നത്. ഈ റാസ്കലിനെയൊക്കെ ശരിക്കും 3-ാം മുറ പ്രകാരം ശിക്ഷിക്കണം. അവനെ നന്നായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ട് ഏട്ടാ.